അപ്പോൾ വേദങ്ങളും ഇത്തരത്തിലുള്ള ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്, നിധിശേഖരമാണ്. അപ്പോൾ അതിലേക്ക് എത്തലി എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രമായിട്ട് ഞാൻ എൻ്റെ ജന്മം ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ജീവിതത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ എൻ്റെ ജീവിതം ഇതിനാണ് എന്ന് തന്നെ തീരുമാനിച്ച് നിശ്ചയിച്ച് പുറപ്പെട്ടാൽ മാത്രമേ വേദത്തിലുള്ള മന്ത്രങ്ങൾക്കപ്പുറമുള്ള അല്ലെങ്കിൽ ഈശ്വര ആരാധനയ്ക്കപ്പുറമുള്ള ജ്ഞാനശേഖരത്തെ നമുക്ക് വലിച്ച് പുറത്തേക്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ വേണ്ടത്? ആ അറിവുകളെ കുറച്ചും കൂടി എളുപ്പത്തിൽ, കുറച്ചും കൂടി ഈസി ആയിട്ട്, കുറച്ചും കൂടി അർഹതപ്പെട്ട, എല്ലാവരും അർഹരല്ല എന്ന് പറയാൻ പറ്റില്ല, അതിൽ കുറേ പേര് ഇതിനോട് ആഗ്രഹമുള്ള ആളുകളുണ്ടാകും. അവരിലേക്ക് എത്തിക്കുവാനാണ് ഇത്തരത്തിലുള്ള നമ്മുടെ പുരാണങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഈ രാമായണം എന്ന് പറയുന്ന കാവ്യം. അപ്പോൾ രാമായണം എന്ന് പറയുന്നത് സാക്ഷാൽ വേദങ്ങൾ തന്നെയാണ്. വേദം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഈ രാമായണം, ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ളതെല്ലാം ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും റൂട്ട് വെവ്വേറെയാണ് എന്നുള്ളതാണ്. ലക്ഷ്യം ഒന്നാണ്. പല ദേശങ്ങളിൽ കൂടി പല രീതിയിൽ, ചിലത് റോട്ടിൽ കൂടി പോന്നു, ചിലത് ട്രെയിനിൽ കൂടി പോന്നു, ചിലത് എയറിൽ കൂടി പോന്നു എന്ന് പറയുന്നത് മാതിരിയുള്ള അതിൻ്റെ വേഗതയ്ക്ക് വ്യത്യാസമുണ്ട്. യാത്രയുടെ ചില പ്രത്യേകതകളുണ്ട്. ബുദ്ധിമുട്ടിനും എളുപ്പത്തിനും എല്ലാം സുഖകരമായിട്ടുള്ള അവസ്ഥ ആണോ എല്ലാത്തിനും ചോദിച്ചാൽ അല്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ വേദം എന്താണോ, വേദം മീൻസ്, വേദം എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ ജ്ഞാനം എന്നാണ്. അതിനകത്ത് ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന അറിവുകൾക്ക് അറ്റമില്ല എന്നുള്ളതാണ്. ഭാരതീയ സത്യത്തിൽ ഇന്ന് അതേക്കുറിച്ചിട്ടൊക്കെ അറിയുന്ന ആളുകളും വളരെ വേദത്തെ കൃത്യമായി വ്യാഖ്യാനിക്കാൻ അറിയുന്ന ആളുകൾ സംസ്കൃത പണ്ഡിതർക്കിടയിൽ പോലും വളരെ വിരളമായി മാറിയിരിക്കുന്നു. അപ്പോൾ വേദങ്ങളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ ഒരു സാധാരണ ലൗകികനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്താണോ വേണ്ടത്, അതാണ് ഈ രാമായണത്തിലും വരുന്നത്. വാൽമീകി മഹർഷി അത് നമ്മളിലേക്ക് എത്തിക്കാനാണ് ഈ രാമായണം രചിച്ചിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തണേ ഉള്ളൂ. കാരണം ഇതാണ് രാമായണത്തിന് അന്തമില്ല ഇതിന് പറഞ്ഞു തുടങ്ങി. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ വളരെ വേറെ ദിശയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് നമ്മൾ സാധാരണ നാമം ചൊല്ലുന്ന സമയത്താണ് രാമായണവും വായിക്കുക കൂടുതൽ പേര്, കാലത്ത് അല്ലെങ്കിൽ സന്ധ്യയ്ക്ക്. അപ്പോൾ സന്ധ്യയ്ക്ക് ഹനുമാൻ ഇത് സന്ധ്യാവന്ദനത്തിന് പോകുന്ന സമയമാണ്. അപ്പോൾ ഹനുമാന്റെ കോപമുണ്ടാകും, സന്ധ്യയ്ക്ക് വായിക്കാൻ പാടില്ല. ആണോ? അല്ല, ഇതാണ് സമൂഹത്തിൽ പറയുന്നത്. ശരിക്കും സന്ധ്യ സമയത്താണല്ലോ അല്ലേ? അപ്പൊ ആരെങ്കിലും ഒന്ന് ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ ഇതെടുത്തിട്ട് മാറ്റിവെക്കാൻ അങ്ങനെ ഒരു തോന്നൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ 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 സാധാരണയായിട്ടുള്ള ജനങ്ങളാണ് ഇത് വായിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരാൾ പറഞ്ഞു പാടില്ല, ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇനി ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, ചെയ്യാൻ പാടില്ലാത്തത് വേണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അപ്പോൾ സന്ധ്യാസമയത്ത് എടുത്ത് മാറ്റി. ഏറ്റവും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന സമയമാണ് സന്ധ്യാസമയം. അപ്പോൾ ഹനുമാൻ സന്ധ്യാവന്ദനത്തിന് പോയിക്കോട്ടെ, നമ്മുടെ സന്ധ്യാവന്ദനം തന്നെയാണിത്, ഭഗവാനെ വന്ദിക്കലാണിത്. അപ്പോൾ ഈ സന്ധ്യാസമയത്ത് വായിക്കാം, അടിവരയിട്ട് പറയുകയാണ്, അത് ഒഴിവാക്കരുത്. അതുപോലെ പിന്നെ ചിലർ പറയും ഈ യുദ്ധകാന്ഡം വായിക്കാൻ പാടില്ല, അത് വായിച്ചു കഴിഞ്ഞാൽ വീടിനകത്ത് യുദ്ധമുണ്ടാകും. ഇത് രാമായണത്തിൻ്റെ ഭാഗമാണ്. പല യുദ്ധതന്ത്രങ്ങളും പല ക്ഷമാശീലങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് യുദ്ധകാന്ഡമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്, ഇല്ലേ? അതൊരു എനർജി ഇങ്ങോട്ട് കയറി വരലാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അത് വായിക്കില്ല, കുറേ ഭാഗം ഒഴിവായിപ്പോയി. വീണ്ടും പറയുകയാണ്, ഉറപ്പായിട്ടും രാമായണം സമ്പൂർണ്ണമായി വായിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും യുദ്ധകാന്ഡവും വായിച്ചിരിക്കണം. പിന്നെ ഇനി അടുത്തത് ഉത്തര രാമായണമുണ്ട്.
വാൽമീകി മഹർഷി രചിച്ചതാണെന്നും അല്ലെന്നും പറയുന്നുണ്ട്. ഭവഭൂതിയുടെയാണ് പ്രസിദ്ധമായിട്ടുള്ള ഉത്തരരാമായണം. ഭവഭൂതി എന്ന് പറയുന്ന ഒരു സംസ്കൃത പണ്ഡിതൻ്റെ വലിയ സംസ്കൃത കവി ആയിട്ടുള്ള ആളിൻ്റെ അദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ ഉത്തരരാമായണം അതെന്തുകൊണ്ടാണ് ഇത് ഈ രാമരാവണ യുദ്ധം എല്ലാം കഴിഞ്ഞ് സീതയെ വീണ്ടെടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് സീതയെ ഉപേക്ഷിക്കുന്ന ഭാഗമാണ്. അതിലുള്ള രാമൻ്റെ ദുഃഖവും സീതയുടെ കാര്യങ്ങളും ഇതൊക്കെയാണ് ഉത്തരരാമായണത്തിൽ വരുന്നത്. അത് പാടില്ല, അത് വായിക്കാൻ പാടില്ല. സീതയെ ഉപേക്ഷിച്ച പോലെ നമ്മളെയും ഉപേക്ഷിക്കും. ഒരു സാധാരണ മനുഷ്യൻ, സാധാരണ പുരുഷൻ തൻ്റെ ഭാര്യാവിയോഗത്തിൽ അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് അത് മുഴുവനും ഭവഭൂതി അതിമനോഹരമായിട്ട് വർണ്ണിച്ചു വച്ചിരിക്കുന്നുണ്ട്. അത് വായിച്ചില്ലെങ്കിൽ വലിയൊരു സാഹിത്യ സൃഷ്ടിയെ ആസ്വദിക്കാനുള്ള നമ്മുടെ ഭാഗ്യമാണ് ഇല്ലാതെ പോകുന്നത്. അപ്പോൾ ഉത്തരരാമായണം വായിക്കാം. ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് തോന്നിയവാസം പറഞ്ഞ് സമൂഹത്തിൽ അത് ചിലപ്പോൾ അറിവുള്ള ആളുകളാണ് എന്ന് സമൂഹം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ചില വ്യക്തികളായിരിക്കും ഇത് പറയുന്നത്. അപ്പോൾ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാരായ വിശേഷിച്ചും സ്ത്രീജനങ്ങളൊക്കെയാണ് ഒരുപാട് വായിക്കുന്നത്. അവരെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നും മെനക്കെടുന്നില്ല. പാടില്ലാത്തത് ചെയ്തിട്ട് പാപം വരുത്തി വെക്കണ്ടല്ലോ ഈശ്വര എന്ന് വിചാരിച്ചിട്ട് അവരിതെല്ലാം ഒഴിവാക്കുക ചെയ്യുന്നത്. മറ്റൊരു സമയം സന്ധ്യയ്ക്ക് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു സമയം കണ്ടെത്താൻ അവർക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ രാമായണം വായനയെ ഒഴിവാക്കി എന്ന് വരും. ഒന്നും ചെയ്യരുത്, എപ്പോഴാണോ സമയം കിട്ടുന്നത് എന്നും പറഞ്ഞുകൂടാ. നമ്മളുടെ ശരിക്കും ഇത് ഈ രാമായണമായാലും ഭാഗവതായാലും ഇത്തരത്തിലുള്ള നമ്മളുടെ പുരാണ ഇതിഹാസ കൃതികൾ വായിച്ച് തുടങ്ങുമ്പോഴാണ് ഈശ്വര നമ്മൾ ഇത്രയും കാലം ജീവിച്ചിട്ട് ഈ കാലം മുഴുവനും ഇതൊന്നും എനിക്ക് വായിക്കാൻ, ഒരു 4 വരി വായിക്കാൻ തോന്നിയില്ലല്ലോ എന്നുള്ള നഷ്ടബോധം അനുഭവിക്കുന്നത് അപ്പോഴാണ്. ഇതിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആനന്ദം അനുഭവിക്കാൻ സാധിക്കുക.